ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഭാഗമായാലും വേറെ കംപ്ലയിൻസോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടയറിൻ്റെ കണ്ടീഷനും ആവറേജ് ഉപയോഗിക്കാനുണ്ട് നമുക്ക്. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ സ്പോക്കറ്റാണ്. ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായാലും എയർ ഫിൽറ്റർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, മാറ്റാനുള്ള കണ്ടീഷനൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്, ആംബ്രോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. അപ്പോൾ ബാറ്ററി കൂടിയും കൂടുതലൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ട് ഇരിക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്കിൻ്റെ പ്ലേറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പാഡ് സെറ്റ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത്, വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ ബെയറിങ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വണ്ടി ഹാൻഡിലുമ്പോൾ നല്ല ബലം അനുഭവപ്പെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ്. അത് തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ലൂസ് ചെയ്തിട്ട് നോക്കാം. പക്ഷേ ലൂസ് ചെയ്ത് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഹാൻഡിൽ ചെറിയ വണ്ടി ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ ഇവിടെ നിന്ന് അടിക്കുന്ന സൗണ്ട് വരും. കാരണം അത് ആ ബെയറിങ് ഓൾറെഡി ടൈറ്റാണ്. ലൂസാക്കി കഴിഞ്ഞാൽ പ്ലേ ആയി കഴിഞ്ഞാൽ അടി കൊടുക്കും. അപ്പോൾ ക്ലിയറായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചതിൻ്റെ ബെയറിങ് മാറ്റേണ്ടി വരും. കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ കേബിൾ ഒരെണ്ണം 2 കേബിൾ നമുക്ക് വരാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഔട്ടർ പൊട്ടി തൽക്കാലം ഔട്ടർ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ വിടിയിച്ചിട്ടാണ്. പക്ഷേ എന്നാൽ പോലും രണ്ടാമത്തെ കേബിളും പ്രോബ്ലത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടണമെന്ന് നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേബിളോ വരാം. ആ 2 കേബിളും മാറ്റുന്നതാണ് നല്ലത്. കാരണം ഏകദേശം അതിൻ്റെ കാലാവധി ആയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. നല്ല പ്ലഗ്ഗാണ് കിടക്കുന്നത്. എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. അതിന് പുറമെ വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ കോൺസെറ്റ് മാറ്റുമ്പോൾ എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അതിനകത്ത് പറയാം. എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.